മിസ്രിലെ രാജൻ അസീസിന്ദാരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്ക കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിലെ രാജൻ അസീസിന്ദാരംഭ സൗജത്ത് വിളങ്ങും സീനത്തൊളി രാജാത്തി. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു കഥ പോലെ പറഞ്ഞു പോവാട്ടോ, ചെറിയൊരു റീക്യാപ്പ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് മെസ്സേജുകൾ കാണുന്നത്. പാലക്കാട് നിന്നാണ്. അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായ അമ്മയുണ്ട്. അവർ ഈ കൊടും ചൂടിൽ ഭയങ്കര ബുദ്ധിമുട്ടി, ഒരു ഫാൻ പോലും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. സിലുത്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ, ഇവിടെ ഒന്ന് വന്ന് നോക്കിയിട്ട് അവർക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അവിടെ പോയി നോക്കിയ സമയത്ത് വളരെ വൃത്തിഹീനമായിട്ടുള്ള, ഒരു സേഫ്റ്റിയും ഇല്ലാത്ത രീതിയിൽ മേൽക്കൂരയൊക്കെ എപ്പോൾ വേണമെങ്കിലും തലയിൽ പൊട്ടി വീഴാവുന്ന ഒരു ചെറിയൊരു കുടിലാണ് ഇവരുടെ താമസം. ഇതാണ് അച്ചിയമ്മ. അച്ചിയമ്മയുടെ വയസ്സ് 80. അച്ചിയമ്മയ്ക്കൊരു സഹോദരനുണ്ട്, 85 വയസ്സാണ്. ആള് നട്ടെല്ല് പൊട്ടിയിട്ട് എണീറ്റ് നടക്കാൻ പറ്റാതെ ഇഴഞ്ഞാണ് ജീവിക്കുന്നത്. ഇവരെ സഹായിക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ആദ്യമായിട്ട് അച്ചമ്മനെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഫാനും കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഉപരി അവരെ സന്തോഷിപ്പിച്ചത് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവരെയും പരിഗണിക്കാൻ ആളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ നമ്മൾ സമ്മാനിച്ചതാണ് അവരിൽ ഞാൻ കണ്ട ആ ഒരു സന്തോഷം കേട്ടോ. ഈ ഭൂമിയിൽ എത്രയോ പേര് ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, അവർക്കൊക്കെ വേണ്ടത് കാശും പണവും ഒന്നും ആയിരിക്കില്ല. കുറച്ച് നേരം അവരെ കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫാന് കൊടുത്ത സമയത്ത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഒരു ഫാന് കൊടുത്ത് കുറച്ച് ഭക്ഷണ സാധനം കൊടുത്തിട്ട് അവരങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരാനായിരുന്നില്ല നമ്മുടെ ഒരു തീരുമാനം. സേഫായിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് തൻ്റെ മേലെ ആ മേൽക്കൂര വീഴുമോയെന്ന് പേടിയില്ലാതെ ഉറങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അന്ന് തീരുമാനിച്ച് നമ്മൾ ഓടുന്ന ഓട്ടങ്ങളാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ അത്രയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിയ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചു. എന്നെ ഒരുപാട് പേര് അതിൻ്റെ കൂടെ മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി കണ്ടോ. അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടന ദിവസം കാണാൻ വേണ്ടിയിട്ടാണ് അവള്. ഇപ്പൊ കുഞ്ഞു കുട്ടിയായ 80 വയസ്സായവള്. അച്ഛമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നാണവും അയ്യോ ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. ഉമ്മനൊക്കെ ചെയ്തുത്തണ എന്റെ പൊന്നാരെ കല്യാണത്തിന് കുട്ടിയില്ല. പൊട്ട് വേണ്ട, ഇനി തലയിൽ മാന്തരുത് കുറച്ചു നേരത്തിന്. അങ്ങനെയല്ല, അത് വേറൊരു സംഭവം. ഉള്ളിപ്പോയി കുപ്പായി ഇട്ടിട്ട് വരും. കുപ്പായി ഇവിടെ തരും, അത് ഞാനിടാം. അച്ഛമ്മക്ക് ആകെ ഇടാനും വേണ്ടിയിട്ട് 2 ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് കുളിച്ചിട്ട് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കൊരാളെ സന്തോഷിപ്പിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിന് ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുള്ള അവസരം നമുക്ക് കിട്ടിക്കോളും. ഇപ്പം തന്നെ ഒന്ന് നോക്കിക്കേ, കുറച്ച് നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ നമ്മൾ ഈ ചെയ്യുന്നത്. അവരെന്തുമാത്രം ഹാപ്പിയാണെന്ന് അറിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിക്കലുണ്ട് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല.
എന്റെ മണി കൂടാതെ കൂടി പടച്ച നമ്പരം കാക്കണം ഈ കഥ കൊണ്ടു പോടാതെ കൂടി ഇതാണ് മുണ്ട്. അത് ഏതടി മുണ്ട്? കഥ മതിയല്ലേ കണ്ട സെറ്റ് ഉണ്ട്. കയറ്റമുണ്ട്. ആവോ ഇതായിക്കട്ടെ ഇത്. ഉള്ളിൽ പാവാടല്ലേ? ഓ പിന്നെ പിന്നെ ഞാൻ അതും കൂടിയേ പോകണ്ടു. അമ്മ വൃത്തിക്ക് ടക്കിന് ചെയ്ത് കൊടുക്ക്. വൃത്തിക്ക് ടക്കിന് ചെയ്ത് കൊടുക്ക്. ഉണ്ട് കേട്ടോ. ഇനി ആവശ്യം വേണ്ട. അതാ ആവോ പുതിയ പെൺകുട്ടിയാക്കി. അടച്ചോനെ പടച്ചോനെ അല്ല എന്റെ മോൾക്ക് ചിറ്റൊന്നും വേണ്ട. ചിറ്റൊന്നുമില്ല. പിടിക്ക്. നീ വിട്. ചിറ്റൊന്നുമില്ല. ഇങ്ങനെ തോളിലിട്ട് തരും. തോളിലിട്ടാ മതി മടക്കിയും കൊണ്ട്. ഞാൻ ചിറ്റിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊക്കെ ഞാൻ ചെയ്തു തരും. അങ്ങനെ മടക്കിയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും. പിൻസൂചി ഏത് സൈഡാണ് അതുപോലെ അറിയില്ല എനിക്ക്. അല്ലേ ഇടത്ത് മെയിൽ വളർന്നാണ് ഇടത്തത് മടക്കി കൊണ്ടിട്ടാ മതി. വേണ്ട പിന്നെ അങ്ങനെ ഇടും. അമ്മ ഇത്ര കട്ടിക്ക് മടക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഇടും. അതാ നല്ലത്. ഓ ഓ ഇങ്ങനെ മതി. മടക്കണ്ട. എന്തോ പറഞ്ഞു. വീടൊക്കെ ഇനി അടുത്ത് രാമച്ചനുണ്ട് പണി. കൊടുക്കാം നിക്ക്. അവന് അവിടെ കൊണ്ട് കൊടുക്കാം. ഇവിടെ അടിച്ചു പൊളിച്ചൂതാ. അടുത്ത സർപ്രൈസ്. അതാ അവള് ഇങ്ങനത്തെ ഒരു ഓർമ്മയില ഇതൊക്കെ മിന്നിത്തിളങ്ങി വിളങ്ങും തൊളിരാജാത്തി ഇഷ്ക കടലിന്റെ അളവ് ഏകദേശം എനിക്കൊരു ഡൗട്ട്. ചെറുതായ കൈ വേനിക്കോ പറഞ്ഞിട്ട് സൂപ്രായന്മാരെ പോട്ടി മറിഞ്ഞല്ലോ എന്റെ രാമച്ചോ ഈ വയസ്സിലായിട്ടതുപോലെ ഒന്ന് കാട്ടിയിട്ടുണ്ടാ? എന്റെ രാമച്ചോ കെട്ടിക്കൊണ്ട് പോകുമ്പോഴും കൂടി കാട്ടിയിട്ടില്ല. അത് ഞാൻ എന്തോ കെട്ടിക്കൊണ്ട് പോകുമ്പോ അതുപോലെ പുറപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു മുണ്ട് കൊടുത്ത് അവർ ഒരു സാരി. ഇത് സെറ്റും മുണ്ടാണ് കൊണ്ടുവന്ന് നടക്കണുള്ളൂ. പൊട്ടും വേണ്ടമ്മാ. അതൊന്നും ഒരു കുഴപ്പമില്ല. പൊട്ടിടണം. എന്റെ മകൻ തന്നെ നോക്കുന്നതാ. നിങ്ങൾ ഒപ്പനൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് വന്നില്ല? ഞങ്ങൾക്ക് അറിയാലോ. ചെറിയൊരു ഒപ്പനൊക്കെ ആവട്ടെ. മാത്രം മറയരുത്. കാണാൻ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കാണ്. സുന്ദരിയാവാൻ വേണ്ടിട്ട് പറഞ്ഞു വെച്ചിരിക്കാണ്. മനസ്സിലായോ? എന്താ എന്റെ മകള് കുറച്ചോനെ വേണ്ട ഞാൻ ചെയ്യും. ചേച്ചമാനെ ചേച്ച കുഴപ്പമൊന്നുമില്ല. ഇച്ചിരിയും കൂടി ചേച്ച വേണ്ട 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 ഒരു വേണ്ടേ.
എന്റെ ജീവിതത്തിന്റെ ആശിച്ച പോലില്ല യൂസഫിലും പ്രേമാനന്ദം സുന്ദരിയായില്ല, എത്ര സൗന്ദര്യമാണ് ഉള്ളിൽ ഒളിപ്പിച്ച് പൂകിഹോ പിന്നാശാഭംഗം പേശുന്നീ പ്രേമത്തിടമ്പ് കുറിച്ചു യൂസഫിൽ മിസ്രിലെ രാജൻ അസീസിൻ ഇതാണ് നമ്മുടെ രാമച്ചൻ. അച്ചമ്മയുടെക്കാളും മൂത്തതാണ്. 85ഓളം വയസ്സുണ്ട്. ആള് ഒന്ന് ആട് തള്ളിയിട്ടത് എന്തോ ആണ്. അതിനുശേഷം എണീറ്റ് നടക്കാൻ പറ്റൂല, ഇങ്ങനെ എഴിഞ്ഞാണ് ജീവിക്കുന്നത് കേട്ടോ. ഈ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എണീറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരുടെ റൂം ആ സൈഡൊക്കെ ഭയങ്കര ഒരു യൂറിൻ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അതായത് സഹായിക്കാൻ ഒരു ബേസിക് ആയിട്ടൊരു മനുഷ്യന് വേണ്ട സഹായം പോലും സഹായിക്കാൻ ഇവർക്ക് ആരുമില്ലടോ. ആ സമയത്താണ് പഠിച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം എനിക്ക് തന്നത്, ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ദിവസങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളത്. അത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തില്. അവിടെ പോയി ഉടുക്കട്ടെ, അവിടെ പോയി ഉടുക്കട്ടെ, അവിടെ പോയി നിങ്ങൾ എങ്ങനെയാണോ ഉടുക്കണത് അങ്ങനെ ഉടുത്തോളൂ. ഓക്കെ, നമുക്ക് അവിടെ ചെരുപ്പ് ഊരണ്ടേ. അങ്ങനെ നമ്മൾ അച്ഛമ്മനെയും രാമച്ചനെയും ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളുടെ ബെഡായിരുന്നു കേട്ടോ. അങ്ങനെ 2 ബെഡ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കട്ടിലിന് പറഞ്ഞ വെച്ച പോലെ അളവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൊണ്ടുവന്ന ബെഡ്ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂം സെറ്റായി. പിന്നെ അതിന് ശേഷം നമുക്ക് രാമച്ചൻ്റെ റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടുത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളൊരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഇന്നേ വരെ ലൈഫിൽ ഒരു ബെഡിൽ കിടന്നിട്ടില്ല, ഒരു ഫാൻ കാറ്റ് കൊണ്ട് കിടന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു സുഖ സൗകര്യങ്ങളും അനുഭവിക്കാത്തൊരു മനുഷ്യ ജീവനാണ് ഈ അച്ചമ്മ എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട്, അതായത് മക്കളില്ല, ഈ പറഞ്ഞ സംബന്ധം എന്നറിയാം, മക്കൾ ഉണ്ടാവാനുള്ള പ്രോസസ്സ് പോലും എന്താ എന്ന് പോലും അറിയാത്ത അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ലേഡി. എന്താ ഞാൻ ഇതിന് പറയാ, അന്ന് പറയാ ഈ ചെറിയ കുട്ടികളുടെ ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല മോളെ, അതുകൊണ്ട് മക്കളും ഇല്ല, ഇങ്ങനെ അനാഥയായത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, ഞാനാണ് നിങ്ങളുടെ മോള്, ഇത്രയും കൊല്ലത്തിന് ശേഷം ഞാനിവിടെ എത്തിയില്ലേന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ ശരിയാണ്, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ എൻ്റെ മോളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ വൈകിയ വേളയിൽ ഞങ്ങളെ തേടി എത്തിയത് എന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നേ വരെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനും വേണ്ടിയിട്ട് ഒരു കണ്ണാടി എന്താ പറയുക, എന്തോ ഒന്ന് മിറർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതെവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അടുത്തത് വേറെ കുറച്ച് സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊന്നും തന്നെ ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കും അറിയില്ല കേട്ടോ, നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ എല്ലാം തന്നെ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വേർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കുറേ പണികളൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ നമ്മുടെ വീട് ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മൾ നമസ്കരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോഹർ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ച് അതിനുശേഷം ലോഹറും കൂടെ നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. വിളങ്ങും തൊളിരാജാത്തി ഇഷ്ക കടലിൻ്റെ മോസപ്പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. അങ്ങനെ
സംസ്കാരം കഴിഞ്ഞ് ആ ഒരു വീട്ടിൽ കുറേ കാലം ഇനിയും ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി അവർ കുറച്ചു കാലം കൂടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് കഴുത്ത് വേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുനിയാൻ പാടില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് എടുക്കണം കണ്ടിട്ട് റൺകുട്ട് ഓടി വന്നിട്ട് പിന്നെ ബാക്കി അവളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ദുആ വേണം കേട്ടോ. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്. നോർമലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ എനിക്കുണ്ട് കേട്ടോ. കാരണം എന്തും ഞാൻ ഒരാളോട് പറഞ്ഞാലും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓടിപ്പോയി ഫസ്റ്റ് ചെയ്യും. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അതേ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് ഈ ഫ്രണ്ട് പോർഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചവിട്ടി വാങ്ങാൻ മാത്രം മറന്നു പോയിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നൈറ്റി ഉണ്ടാവുമല്ലോ, അത് വാങ്ങിയിട്ട് ഫ്രണ്ടിൽ തൽക്കാലം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അച്ഛമ്മക്ക് തീരെ സഹിച്ചില്ല. അങ്ങനെ ഇനി എൻ്റെ മോൾ അതും കൂടെ ചെയ്യണ്ട, ആ ഒരു കഷ്ടപ്പാടും കൂടെ എൻ്റെ മോൾക്ക് വേണ്ട. അതുകൊണ്ട് അച്ഛമ്മേനെ മുറ്റടിച്ച് തന്നിട്ടാ. എന്നിട്ട് പിന്നെ അതേ നമ്മളിതൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫുൾ വ്യൂ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സെന്നെ നിറഞ്ഞു. കാരണം എന്താണെന്നറിയോ, എനിക്കൊരു ആഗ്രഹമായിരുന്നു അവരുടെ പഴയ ആ വീടിൻ്റെ ലുക്ക് കണ്ടിട്ട് ഇവരൊരു റിസോർട്ട് പോലെയുള്ള ഒരു വീട്ടിൽ താമസിപ്പിക്കണം എന്നുള്ളത്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അൽഹംദുലില്ലാ, പഠിച്ചോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. എനിക്ക് ഈ ഒരു അവസരം, ഈ ഭൂമിയിൽ എത്രയോ പേരുണ്ട് ഇല്ലേ, എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നിലേക്ക് തന്നെ ഈ ഒരു സംഭവം വന്നതും എന്നെ പഠിച്ചോൻ ഇതിലേക്ക് തിരഞ്ഞെടുത്തത്, ഓരോന്നിനും പഠിച്ചോൻ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതാണല്ലോ. അതേപോലെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ആ മക്കൾ എന്നെ അങ്ങനെ വിളിച്ച്, ആ മക്കൾ എന്നെ വിളിക്കാൻ കാരണം നിങ്ങളിൽ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും റീച്ചുള്ള ഒരാളാക്കി മാറ്റിയത് കൊണ്ടാണ് ആ കുട്ടികൾ എന്നെ അറിഞ്ഞതും എന്നെ വിളിച്ചതും. അതിന് നിങ്ങളോടും എനിക്ക് ഓരോരുത്തരോടും നന്ദിയുണ്ട് കേട്ടോ. ഓ മതി മതി മതി, ഇഞ്ഞാക്കണ്ട. കെട്ടട്ടെ, അതിങ്ങനെ പറഞ്ഞു കുടുംബ ഇതാണ് കൊച്ചു കുടുംബി. മൂടിയൊക്കെ പോയി എത്ര ഉണ്ടായിരുന്നാണ്. എനിക്ക് കുറച്ച് സാധനമാണ്. ആ ഇതും വേണം, അതുണ്ടെങ്കിൽ നിക്കുള്ളൂ മുടി. അത് ശരി. ആവോ ഇന്നൊരു ദിവസല്ലേ ആ ഒരു ലൂസാക്കിയിട്ടുണ്ട്. പടച്ചോനെ അള്ളാ ദീർഘായുസ്സുള്ളവേ എൻ്റെ മോനെ പടച്ചോൻ കാക്കട്ടെ. ആ ചിരി കാണാൻ എന്ത് ഭംഗിയാന്നറിയോ, സന്തോഷായില്ലേ? ഓ സൂപ്പറായി. അത് ശരിക്കും ഒച്ചത്തിൽ പറയുന്നത് നോക്കട്ടെ. അല്ല ഒടക്കിടക്കേ ഒച്ച കേൾക്കാൻ വിളിക്കണം, ടൊളിയും പറയാനും ഒച്ച കേൾക്കാര് വിളിക്കും, വന്ന് കാണും. സൂപ്പർ. എൻ്റെ മകൻ വന്നാൽ തന്നെ എനിക്ക് അത്രയൊരു സന്തോഷമായി. ദേവലോകം അങ്ങനെ വന്ന് ചൊരിഞ്ഞ പോലെ ദൈവം പറഞ്ഞതാണ്. ആ പടച്ചോ വന്ന പോലെ ആയിട്ടാ. അല്ലാ കുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഇഷ്ടായ? ഇപ്പൊ സുഖണ്ടാ കിടക്കാന്, കുളിക്കാന്? കുളിച്ചൊക്കെ കിടന്നപ്പോ താടി മീശൊക്കെ പോയപ്പോ സുഖണ്ടാ? ഇന്നലെ നന്നായി ഉറങ്ങിയാ? നല്ല സുഖായ? ഇനിയിപ്പോ മുടി വളരുമ്പോഴേ എപ്പോഴാണ് വെട്ടണ്ടെന്ന് വെച്ചാല് പറഞ്ഞാ മതി, ആളിനെ വിടാ. ഒരുപാട് നീട്ടി വളർത്തണ്ട. സന്തോഷം ചിരിക്കും നോക്കട്ടെ. ചിരിക്കും ചിരിക്കും. ഇനി ബെഡ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് രാമച്ചൻ്റെ റൂമാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. തൊട്ട് ഇതിലോട് ചേർന്ന് തന്നെ ചെറിയൊരു മുറിയായിരുന്നു. എന്താ പറയുക, അതിൽ ഫുള്ളും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു ആ ഒരു മുറി ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഇവരുടെയൊക്കെ ജീവിതവും ആ ഒരു സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഇനി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലില്ലാതെ മണ്ണിലല്ലാതെ കിടക്കുന്നവരുടെ ആദ്യത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ആ ഒരു രാത്രി ഉണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പി ആയിട്ടായിരിക്കും കിടക്കുക. കാരണം ഈ താടിയും മുടിയും ഒന്നും വെട്ടിക്കൊടുക്കാതെ ചൊറിച്ചിലും കാര്യങ്ങളായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരുന്നു ഇത്രയും കാലം രാമച്ചൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു താടി മീശയും വെട്ടുന്ന ആ ഒരു സമയത്ത് ആളുടെ ഒരു സന്തോഷം നേരിട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ ചുറ്റുപാടിലും ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനിയൊരു സന്തോഷം
സന്തോഷം എന്താണെന്നറിയോ? നമ്മുടെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് 3 വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടി, വെറും 3 വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടി പറയാണ് ആ ഉപ്പാക്ക് വീടാക്കി കൊടുക്കണം, ബെഡ് ഡ്രസ്സ് എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ വീഡിയോസ് ആ ഒരു ന്യൂ ജനറേഷനിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എത്രയോ പേര് എന്തൊക്കെയോ ടൈപ്പിൽ വീഡിയോസ് ഇടുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല നമ്മുടെ സമൂഹം കാണേണ്ടത്. നമ്മുടെ സമൂഹം ഇങ്ങനെയും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവർക്ക് നമ്മളെ കൊണ്ട് ഇങ്ങനെയും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. എൻ്റെ നിയത്ത് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാരും ഇങ്ങനെ ഓവർ പേടിച്ചു കഴിഞ്ഞാൽ ജീവിതം അവിടെ തന്നെ. എണ്ണ എനിക്ക് പറഞ്ഞു തരണം, ഇതൊന്നും എനിക്ക്. പിന്നെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മതത്തിനെയും വിശ്വാസത്തിനെയും നമ്മൾ മാനിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നുള്ളത്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ എൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും അല്ല കേട്ടോ. അവരുടെ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണോ ഒരു വീട് ഹൗസ് വാമിങ് ചെയ്യുക, ആ ഒരു രീതിക്ക് തന്നെ ഒരു കുറവുമില്ലാതെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പുതിയ തലമുറനെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാതെ ഈ ഒരു സംഭവം കൂടെ നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭാവിയായിരിക്കും നമ്മുടെ ഈ ഒരു സമൂഹത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഹിന്ദു മുസ്ലിം ഇങ്ങനെ വെക്കാം. ഞങ്ങൾക്ക് ഒന്നും കൂടെ വെക്കണം. ഒറ്റയിൽ നിർത്താൻ പറ്റും. ഒറ്റയല്ല ഈരിനങ്ങോട്ടുണ്ട് മാ. ഞാൻ ഒറ്റയിൽ നിർത്തുള്ളൂ. കുറച്ചും കൂടെ എണ്ണ വെക്കാം. അപ്പൊ മതി. ഇപ്പൊ തന്നെ അവര് വരൂ 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 വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു സാധനം സെറ്റ് ആയിട്ടോ. ഓ സുന്ദരിയായില്ലേ? എന്നതാ അപ്പൊ തന്നെ വിട്ടില്ലേ? മാറ്റിയിട്ടില്ല. വേണ്ട മാറ്റണ്ടേ, അത് മാറ്റാനല്ല ഉടുത്ത് തന്നതേ. എപ്പോഴും ഇതുപോലെ ഇരിക്കണം, എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. രണ്ടെണ്ണം മതി പറഞ്ഞു. അങ്ങോട്ടും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 2 എണ്ണം പോരെ. ഒറ്റയിൽ നിർത്താം. അപ്പൊ 3 ഒറ്റ. അതാണ് ഐശ്വര്യം. 3 അല്ലെങ്കിൽ 5 അതാണ്. അപ്പൊ നമ്മള് 3 ആക്കി. 3 ആക്കാൻ പറ്റില്ല. എന്നാ നമുക്ക് 5 ആക്കും. ഇതൊക്കെ കൊണ്ട് വെച്ചമാനെ തപ്പിയും കുപ്പിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണം. പക്ഷെ ഇത് കഴിയട്ടെ, എന്നിട്ട് സമാധാനത്തിൽ ഉള്ളിൽ കൊണ്ടുവരണം. നിന്റെ മാപ്പിള വന്നില്ലല്ലോ. അപ്പോഴേക്കും അച്ഛമ്മയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെഡിയാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഈ പ്ലീറ്റ് എടുക്കാൻ അങ്ങനത്തെ സംഭവങ്ങൾ അറിയില്ല. അപ്പൊ ഞാൻ ഹെൽപ്പിന് വേറൊരാളെയും കൂടെ വിളിച്ചിട്ടുണ്ട്. ചീത്ത പറയണല്ലേ? എന്റെ മനയാ മതി മുത്തേ. പ്ലീറ്റ് എടുക്കാനല്ലേ? എത്ര വേണം മനി ഈ തള്ളമാർക്ക്? എല്ലാവർക്കും ഓക്കെ. ഓ മതി. ചന്തല്ലേ? ഒരുപാടായി. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ അച്ഛമ്മക്ക് ഭയങ്കര നാണായിട്ട് ഒന്നിനും സമ്മതിക്കില്ല. അപ്പം ഞാൻ പറയും കുറേ ആൾക്കാർ അച്ഛമ്മനെ ഇങ്ങനെ കാണാനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഒന്നും ചെയ്താൽ നിട്ടില്ലാന്നുകൊണ്ട് അവർ കമന്റ് ഇട്ട് എന്നെ ചീത്ത പറയും. എന്നെ ചീത്ത പറയണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ സമ്മതിക്കും, അയ്യോ എൻ്റെ മോളെ ആരും ചീത്ത പറയണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, എന്നാലും അങ്ങനെ തന്നെ പഠിച്ചോനെ മതി. അത് മൊത്തത്തിൽ ഊരിയിടും. പിന്നെ ഞാൻ ഊരിയിട്ട് വെക്കാം. ഇല്ല മതിമാ. ഇത് പെണ്ണ് കെട്ടം കൊണ്ടോ? ഇന്ന് എന്റെ ദിവസമാണ്. അപ്പൊ ഞാൻ പറയണ പോലെ അതാണ്. ഒന്നും സമ്മതിക്കാത്ത ആളാണ്. സ്വത്ത് ഇതൊക്കെ കാണിച്ചു നോക്കാം. അടിച്ചു പൊടിച്ചു. മഴ ഇന്ന് ഞാൻ എഗ്രിമെന്റ് ഇട്ടിരിക്കുകയാണ്, ഇന്ന് മഴ വരരുത്. അപ്പൊ കുറച്ച് ഇന്ന് മഴ വരുത്തിക്കൂല. വല്ല നിങ്ങൾ വീടെത്തുന്നവരെ അതാണ്. ഇനി അടുത്തതാണ് വലിയൊരു സർപ്രൈസ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ച മക്കളില്ല, കുട്ടികൾ, അവർക്ക് നമ്മൾ ഇതേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എന്റെ ഒരു കുട്ടി സമ്മാനം.
ഇതെന്തിനാ കൊണ്ടുവന്ന് ചോദിച്ചു വെച്ചാൽ കൊറേ നേരെ അറിയാതിരിക്കുന്നു. എപ്പോഴും വീഡിയോയിൽ കാണുന്നതല്ലേ. സിലു വന്നാന്ന് ചോദിക്കൂലേ ഒരു കുട്ടിക്കാട്. എന്തൊക്കെ ഇഷ്ടയാ ഇഷ്കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിലെ രാജൻ അസീസിന്ദാരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങി. ഒരാളൊരു നന്മ ചെയ്താൽ അത് നമ്മൾ പ്രശംസിക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കൂടുതൽ ഊർജം കിട്ടും കൂടുതലായിട്ട് ചെയ്യാൻ കേട്ടോ. ഈ മക്കൾ ചെയ്തത് ചെറിയൊരു കാര്യമല്ല. അവരിനി വളർന്നു വരുമ്പോൾ എന്നേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കിതൊരു ഊർജം തന്നെയായിരിക്കും. അതുകൊണ്ട് എന്താ പറയുക, അത് എടുത്തങ്ങോട്ട് കാണിക്കണം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. അവർ ജസ്റ്റ് ഒരു മെസ്സേജാണ് ചെയ്തത്, പക്ഷെ ആ മെസ്സേജിലൂടെ ഒരാൾക്കൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. ഇനി വരും തലമുറ ഇതേപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മക്കളായിട്ട് വളരട്ടെ. ജാതിയോ മതമോ ഒന്നും ഒരു ഭേദവും ഇല്ലാതെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവർക്ക് കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഇനി നമ്മുടെ അടുത്ത പരിപാടിയാണ് അച്ഛനെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നുള്ളത് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് ആക്കി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതാണ് കുറച്ച് ദിവസമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുക. അതന്നെ ഭഗവതി ഞാൻ പറച്ച തമ്പുരാൻ അല്ലാതെ മക്കള് പാവാട എടുക്കാൻ മറന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊടുത്ത ഉള്ളിലിരുന്ന പാവാട അടിപ്പാവാട.